ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വീട്ടിലെ കുഞ്ഞു മത്തി വെച്ച മീൻപീര ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. എൻ്റെ രീതി മീൻപീര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തിയെല്ലാം ഇവിടെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല കുഞ്ഞു മത്തിയാണ്, വെട്ടാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെങ്കിൽ നല്ലതായിട്ട് വെട്ടി തേച്ച് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കറിവേപ്പില, പുളിഞ്ചിക്ക, ഒരു സവാള, കൊച്ചുള്ളി ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാൻ സവാള എടുത്തു. സവാള ഒരെണ്ണം എടുത്തു. പിന്നെ പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങാപ്പീര, വെളിച്ചെണ്ണ. ഇത്രയുമാണ് നമുക്ക് ഈ മീൻപീരയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ. അതിന് എങ്ങനെയാണ് നമുക്ക് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയോട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇത്രയാണ് വേണ്ടുന്നത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ മുളകും കരിവേപ്പിലയും ഇഞ്ചിയും ഉള്ളിയും തേങ്ങായും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലതായിട്ട് ഞെരടി കൈവച്ച് ഞെരടി നല്ല വെച്ചിരിക്കുവാണ്. നമുക്ക് ഇനി ഇത് മീനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചതയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്കിങ്ങനെ കൈ കൊണ്ട് നല്ലപോലെ ഞെരടി എടുത്താൽ മതി. നമുക്കിത് മീനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇടണം. ഉലുവപ്പൊടി എടുത്ത് വയ്ക്കാൻ മറന്നു പോയായിരുന്നു. ഇപ്പോൾ ഉലുവപ്പൊടി ഇട്ടു, കണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മതി. ഇനി ഒരു ശകലം വെള്ളം, ഒരു കൈവെള്ളം, ഇത്രയും മതി. ഒരുപാട് വെള്ളമായാൽ മീൻ രുചിക്കത്തില്ല. തീരെ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഈ മീനും ഈ വെളിച്ചെണ്ണയും ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ പുളി നമുക്ക് ആവശ്യത്തിനുള്ള ഇരുമ്പൻ പുളി ഇട്ടിട്ടുണ്ട്. അല്ലാത്ത പുളി വേണ്ടുന്നവർക്ക് ഒരു കഷ്ണം ഇടാം. എനിക്കിത് മതി. അപ്പോൾ ഇത് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച് നമുക്ക് തീ കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ തീ കത്തിച്ച് ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. തീ വളരെ കുറച്ചിടണം. ഉപ്പും പുളിയും എല്ലാം നിങ്ങൾ നോക്കണം, നോക്കിയിട്ട് വേണം വയ്ക്കാൻ. പിന്നീടത് നമ്മൾ ഇളക്കുന്നില്ല, അതേപടി ഇരുന്ന് പറ്റി വെന്ത് വാങ്ങി ഇറക്കണം നമുക്ക്. നമ്മുടെ മീൻപീര തിളച്ച് നമുക്കൊന്ന് നോക്കാം. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ ആ പുളിഞ്ചിക്കായുടെയും തേങ്ങയുടെയും ഉള്ളിയുടെയും ഒക്കെ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഞെരടിയപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് തന്നെ വെന്തോളും. പിന്നെ ഒരു ശകലം കൈവെള്ളം ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ. പിന്നെ ആ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഈ മീൻപീരയുടെ ടേസ്റ്റ്. ആദ്യമേ തന്നെ അതൊഴിച്ച് ഇളക്കി നമ്മൾ വെക്കണം. ഇനി ഇത് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് വെക്കുക. ആ മുകളിലുള്ള മീനൊക്കെ ഒന്ന് അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് വെന്ത് പറ്റി നമ്മൾ എടുക്കുവാണ്. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻപീരയാണ്. ഇപ്പം തന്നെ ഇതിൻ്റെ മണം ഇവിടെ എല്ലാം പരന്ന് നിൽക്കുവാണ്. വലിയ മീൻ കഴിക്കുന്നതിനെക്കാട്ടും നമുക്ക് ടേസ്റ്റാണ്. പക്ഷെ വെട്ടാൻ ഇച്ചിരി താമസം ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ഈ കുഞ്ഞമ്മത്തി വാങ്ങിച്ച് എല്ലാവരും ഇതുപോലൊന്ന് തോരൻ വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ച് പറ്റിച്ചെടുക്കാം. നമ്മുടെ മീൻപീരയ്ക്ക് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. അഥവാ പുളി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ നടുക്കോട്ടൊരു ശകലം പുളിയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കുക. അല്ലെങ്കിൽ ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കുക. എനിക്ക് ഉപ്പും പുളിയെല്ലാം നല്ല പാകത്തിനുണ്ട്. പറ്റാറായി. ഇനി നമുക്ക് വാങ്ങാൻ സമയമായി. നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറ്റിയിട്ട് വാങ്ങാം. നമ്മുടെ മീൻപീര നമുക്ക് നോക്കാം. നല്ലതായിട്ടെല്ലാം വെന്ത് പറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. തീ ഓഫ് ചെയ്യാം. പ്ലേറ്റിലെടുത്ത് ഞാൻ കാണിക്കാം. നമുക്കിവിടെ ഒരു തത്തമ്മയുണ്ട്, അയാളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ മോരുകറിയും കൂടാണ് എടുക്കുന്ന ഉച്ചയ്ക്ക്. ഭയങ്കര ടേസ്റ്റാണ് ഈ മീൻപീരയും മോരുകറിയും കൂടെ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ.
അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.